ഹിന്ദി അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അക്ഷരം ഏതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്? ആ അല്ലേ? ആ എങ്ങനെയാണ് എഴുതുന്നത്? ആദ്യം 3 പോലെ എഴുതുക. അതിനുശേഷം 3ന്റെ നടുക്ക് നിന്ന് ഒരു വര വരച്ച് മുകളിലേക്ക് എടുത്ത് ആ വര താഴോട്ടാക്കുക. എന്നിട്ട് മുകളിൽ ഒരു വര വരയ്ക്കുക. ആദ്യം 3 പോലെ എഴുതുക. 3ന്റെ നടുക്ക് നിന്ന് ഒരു വരയെടുത്ത് ആ വര മുകളിലേക്ക് ആക്കി താഴോട്ട് വരയ്ക്കുക. അതിനുശേഷം മുകളിൽ ഒരു വര ഇടുക. ആദ്യം 3 പോലെ എഴുതി, പിന്നെ നടുക്കുന്ന ഒരു വരയെടുത്ത് നമ്മൾ താഴോട്ട് വരച്ചു. അതിനുശേഷം മുകളിലൊരു വരയിടുക. അടുത്ത അക്ഷരം ഏതാണ്? ആ. ആ എങ്ങനെയാണ് എഴുതുന്നത്? നമ്മളിപ്പം ആ എഴുതിയില്ലേ? ആ എഴുതിയതുപോലെ തന്നെ ആ ആദ്യം എഴുതുക. അതിനുശേഷം ഒരു വരയും കൂടി അതിനോട് ചേർന്ന് വരയ്ക്കുക. അതിനുശേഷം വേണം നമ്മൾ മുകളിൽ വരയിടാൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ആ 3 പോലെ എഴുതിയതിൻ്റെ മുകളിൽ വരയ്ക്കാൻ പാടില്ല. നമ്മൾ ആ 2 വര ഇടുന്നതിൻ്റെ മുകളിൽ മാത്രമേ വരയ്ക്കാവുള്ളൂ. 3 പോലെ എഴുതി 3ന്റെ നടുക്ക് നിന്ന് ഒരു വര വളച്ചെടുത്ത് മുകളിലേക്ക് ആക്കിയിട്ട് നമ്മൾ ആ ലൈൻ താഴോട്ട് വരയ്ക്കുക. അതിനുശേഷം അതിനോടനുബന്ധിച്ച് ഒരു ലൈനും കൂടി ഇട്ടു മുകളിൽ വര വരച്ചു. ഇനി അടുത്ത അക്ഷരം ഏതാണ്? ഇ. ഈ എഴുതുന്നത് എങ്ങനെയാണ്? ആദ്യം ചെറിയൊരു ലൈൻ വരച്ചു, അതേന്ന് എസ് പോലെ എഴുതി ചുറ്റിക്കെട്ടെടുത്ത് താഴേക്ക് വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ മുകളിൽ വരയിടുന്നു. ഒന്നും കൂടെ എഴുതി നോക്കാം. ആദ്യം ചെറിയ വര വരച്ചു, എസ് പോലെ എഴുതി, എന്നിട്ട് ഒരു ചുറ്റിക്കെട്ട് എടുത്ത് വേണം നമ്മൾ താഴേക്ക് അത് വരയ്ക്കാൻ. അതിനുശേഷം എന്ത് ചെയ്യണം? മുകളിൽ ഒരു വര ഇടുക. അടുത്ത ലെറ്റർ ഏതാണ്? ഈ എന്നാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ എഴുതിയില്ലേ, അതുപോലെ തന്നെയാണ് എഴുതുന്നത്, പക്ഷെ ഒരു ചിഹ്നം കൂടി ഇടാനുണ്ട്. അപ്പം ആദ്യം നമ്മൾ ഈ എഴുതുക. അതിനുശേഷം നമ്മൾ മുകളിൽ വരച്ചു, എന്നിട്ട് ചെറിയൊരു കുനിപ്പ് കൊടുക്കുക. ചെറുതായിട്ട് ഒരു വളഞ്ഞ് ഒരു കുനിപ്പ് പോലെ കൊടുക്കുന്നു. ആദ്യം ഈ എഴുതി, അതിനുശേഷം നമ്മൾ മുകളിൽ വരച്ചു, എന്നിട്ട് നമ്മളൊരു ചെറിയ കുനിപ്പ് കൊടുക്കുക. എസ് പോലെ എഴുതി താഴോട്ട് ചുറ്റിക്കെട്ടെടുത്ത് വരയ്ക്കണം, മുകളിൽ ചെറിയൊരു കുനിപ്പ് കൊടുക്കുക. അടുത്ത അക്ഷരം ഏതാണ്? ഊ അല്ലേ? ഊ എഴുതാൻ വളരെ ഈസിയാണ്. ഊ എങ്ങനെയാണ് എഴുതുന്നതെന്ന് അറിയാവോ? 3 പോലെ എഴുതിയാൽ മതി, പക്ഷെ മുകളിൽ വരയ്ക്കാൻ മറന്നു പോകരുത്. 3 പോലെ എഴുതി, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? മുകളിൽ വരയ്ക്കണം. ഊ എഴുതാൻ വളരെ ഈസിയാണ് അല്ലേ? ഇനി അടുത്ത അക്ഷരം ഏതാണ് വരുന്നത്? ഊന്നാണ് വരുന്നത്. ഊന്ന് എഴുതുന്നത് എങ്ങനെയാണ്? ഊ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഊവിൻ്റെ നമ്മൾ ആ 3 എഴുതിയിട്ടില്ലേ, അതിൻ്റെ നടുക്ക് നിന്ന് ഒരു കുനിപ്പ് താഴേക്ക് വളച്ച് ഇടുക. അങ്ങനെയാണ് ഊ എഴുതുന്നത്. 3ന്റെ നടുക്ക് നിന്ന് ഒരു കുനിപ്പ് താഴേക്ക് വളച്ച്, അതിനുശേഷം മുകളിൽ എന്ത് ചെയ്യണം? വര വരയ്ക്കണം. ഊ കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാണ് വരുന്നത്? മലയാളത്തിലെ ഏതക്ഷരമാണ് വരുന്നത്? ഇറു. ഇറു എഴുതുന്നത് എങ്ങനെയാണ്? ഇച്ചിരി പാടാണ് എഴുതാൻ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം ഒരു വര വരയ്ക്കുക. അതിനുശേഷം വി പോലെ സൈഡിലേക്ക് വരയ്ക്കുന്നു. അതിനുശേഷം അവിടുന്ന് ഒരു ചെറിയൊരു കുനിപ്പ് പോലെ ചുറ്റിക്കട്ട എടുത്തിട്ട് അതിൻ്റെ താഴെ കൂടെ സി പോലെ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ വരച്ചതിൻ്റെ മുകളിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? മുകളിലത്തെ ലൈൻ വരയ്ക്കാവുള്ളൂ. അതായത് ചുറ്റിക്കട്ട എടുത്തതിൻ്റെ അവിടെ നിങ്ങൾ വരയ്ക്കരുത്. വരച്ചതിൻ്റെ ആ വര വരച്ചതിൻ്റെ മുകളിൽ മാത്രം ചെറിയൊരു ലൈൻ മുകളിൽ ഇടുക. എഴുതി പഠിക്കണം കേട്ടോ. റു എഴുതുന്നത് നമ്മൾ പഠിച്ചു. അതിനുശേഷം അടുത്ത അക്ഷരം ഏതാണ് വരുന്നത്? എ ആണ് വരുന്നത്. എ എഴുതാൻ എളുപ്പമാണ്, എങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം ഒരു ലൈൻ വരയ്ക്കുന്നു, അത് കഴിഞ്ഞിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് പതിയെ വരയ്ക്കുന്നു. അതിനോട് ചേർന്ന് ഒരു സ്മോൾ ലൈനും കൂടെ വരയ്ക്കുന്നു. ആ ലൈൻ, സ്മോൾ ലൈൻ വരയ്ക്കുന്നത് നിങ്ങൾ മുട്ടിക്കരുത്, മുട്ടിക്കാതെ വരയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം മുകളിൽ എന്ത് ചെയ്യണം? വരയിടണം. കണ്ടോ? ചെറിയൊരു ലൈൻ വരച്ചു, സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു, പിന്നെ അതൊരു ചെറിയ വളവ് പോലെ കൊടുക്കുന്നു. അടുത്ത അക്ഷരം ഏതാണ് വരുന്നത്? എ എന്നുള്ള ലെറ്റർ ഹിന്ദിയിലില്ല. പിന്നെ ഏതാണ് വരുന്നത്? ഐ ആണ് പകരം ഉള്ളത്. എ എന്നുള്ള ലെറ്റർ ഹിന്ദിയിലില്ല. ഐ എങ്ങനെയാണ് എഴുതുന്നത്? ഇപ്പം നമ്മൾ എ എഴുതിയില്ലേ, ആ എ എഴുതുക. അതിനുശേഷം മുകളിൽ വരയ്ക്കുക. എന്നിട്ട് ചെരിച്ചൊരു വര എയുടെ മുകളിലായിട്ട് വരയ്ക്കുക. ചെരിച്ച് വേണം വരയ്ക്കാൻ, നേരെ വരച്ചു വെക്കരുത്. ചെരിച്ചൊരു ലൈൻ മുകളിലായിട്ട് നമ്മൾ വര വരച്ചതിന് മുകളിൽ ഇടുക. എ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യണം? മുകളിൽ വരയ്ക്കുക.
എന്നിട്ട് ചെരിച്ചൊരു ലൈൻ കൊടുക്കുക. ഐ കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാണ്? ഓ ആണ് വരുന്നത്. ഓ എഴുതാൻ എളുപ്പമാണ്. മലയാളത്തിൽ നമ്മൾ ആന്ന് എഴുതിയില്ലേ, ഹിന്ദിയിൽ ആന്ന് എഴുതിയില്ലേ, അതുപോലെ എഴുതുക. ആന്ന് എഴുതി വെക്കുക. അതിനുശേഷം മുകളിൽ ഒരു വരയിടുക. എന്നിട്ട് നമ്മൾ ചെരിച്ചൊരു ലൈൻ ഏടെ ചിഹ്നം കൊടുത്തതുപോലെ ഒരു ചിഹ്നം ഇടുക. 3 പോലെ എഴുതി നടുക്കൊന്ന് വരയെടുത്ത് വര വരച്ച് ചേർത്ത് വരച്ചു. അതിനുശേഷം മുകളിലൊരു വരയിടുക. ആന്ന് എഴുതിയിട്ട് ഒരു ചിഹ്നം കൊടുക്കുന്നതേ ഉള്ളൂ വ്യത്യാസം വരുന്നത്. മുകളിൽ ചെരിച്ചു വരച്ചു. ഇനി ഓ എന്നുള്ള അക്ഷരം ഹിന്ദിയിലില്ല. പകരം ഏതാണ് പിന്നെ ഉള്ളത്? ഔ ആണ് ഉള്ളത്. ഔ എങ്ങനെയാണ് എഴുതുന്നത്? ഇപ്പൊ നമ്മൾ ഓ എഴുതിയില്ലേ, അതുപോലെ തന്നെയാണ് ഔ എഴുതുന്നത്. പക്ഷേ മുകളിൽ വരച്ച വര വരയ്ക്കുന്നിടത്ത് എന്ത് ചെയ്യണം? നമ്മൾ 2 വരകൾ വരയ്ക്കണം. ചെരിച്ച് 2 വരകൾ വേണം വരയ്ക്കാൻ വേണ്ടി. അപ്പോൾ എങ്ങനെയാവും? ഔ. എങ്ങനെയാണ് വായിക്കുന്നത്? ഔ. ആന്ന് എഴുതുക. മുകളിൽ ചെരിച്ച് 2 ലൈൻ വേണം വരയ്ക്കാൻ വേണ്ടി. ഔ. ഇനി അടുത്ത അക്ഷരം ഏതാണ് വരുന്നത്? അല്ലേ? ഔ കഴിഞ്ഞാൽ പിന്നെ ഏതക്ഷരമാണ് വരുന്നത്? അം എങ്ങനെയാണ് മലയാളത്തിൽ എഴുതുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഹിന്ദിയിൽ എങ്ങനെയാണ് എഴുതുന്നത്? ആ എഴുതുക. ഹിന്ദിയിലെ ആ എഴുതുക. അതിനുശേഷം കുത്തിടുന്നത് എവിടെയാണെന്ന് അറിയാവോ? വരയുടെ മുകളിലാണ്. ആ എഴുതി വരച്ചതിന് ശേഷം മുകളിൽ വേണം എന്തിടാൻ? ഡോട്ട് ഇടാൻ വേണ്ടി. ആ എഴുതുക, മുകളിലായിട്ട് ഒരു ഡോട്ട് കൊടുക്കുക. ഇനി ആ അടുത്തതാണ് ആ. ആ എന്നുള്ളതിന് എന്നുള്ളതിന് 2 ഡോട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹിന്ദിയിലും എഴുതുമ്പോൾ എന്താ എഴുതണം? ആ എഴുതുക. 2 ഡോട്ട് കൊടുക്കുന്ന എവിടെയാണ്? ഇതിന് മുകളിലല്ല, സൈഡിൽ വേണം നമ്മൾ 2 ഡോട്ടുകൾ കൊടുക്കാൻ വേണ്ടി. ആ എഴുതുക, 2 ഡോട്ടുകൾ ഇടുക. 2 ഡോട്ടുകൾ സൈഡിൽ ഇടുക. 3 പോലെ എഴുതി നടുക്കുന്നെടുത്ത് ഇങ്ങനെ 2 ഡോട്ടുകൾ ഇട്ടു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.